കേരളത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ട് നിയന്ത്രിക്കാൻ അമിത്ഷാ തീരുമാനിച്ചു. അമിത്ഷാ പറയുന്നത് അനുസരിച്ചാകും കേരളത്തിൽ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ. ഇനി നാളെ തിരുവനന്തപുരത്ത് മോദി വരികയാണ്. മോദി തിരുവനന്തപുരത്തിന്റെ വികസന പ്രഖ്യാപനങ്ങൾ നടത്തും. മോദിക്ക് വേണ്ടി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പി അതിന്റെ കേഡർ സംവിധാനം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ആസകലം മോദിയുടെ ഫ്ലക്സുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. മോദി വെറുതെ വന്നു പോവുകയല്ല തിരുവനന്തപുരത്ത്, മറിച്ച് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് മോദിയുടെ വരവ്. ചാണക്യനായ ബി.ജെ.പിയുടെ ചാണക്യനായ അമിത്ഷാ നേരിട്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും എന്നുള്ള സൂചന പുറത്തു വരുമ്പോൾ ഇടത് വലത് മുന്നണികളുടെ ചങ്ക് ഇടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ അമിത്ഷാ മിടുക്കനാണ് എക്കാലവും. കേരളത്തിൽ ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ ഇവയാണ്: തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ; ആലപ്പുഴയിൽ കായംകുളം; കാസർഗോഡ് മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ. പൂഞ്ഞാറടക്കമുള്ള ക്രൈസ്തവ ബെൽറ്റുകളിലും വിജയം പ്രതീക്ഷിക്കുന്നു ബി.ജെ.പി. തൃശൂരാണ് ബി.ജെ.പി ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം. കൊല്ലത്ത് ചാത്തന്നൂർ ബി.ജെ.പി സ്ഥിരമായി 2ാം സ്ഥാനത്ത് എത്തുന്ന മണ്ഡലമാണ്. ചാത്തന്നൂരും ബി.ജെ.പി പ്രതീക്ഷയോടെ നോക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബി.ജെ.പിയുടെ പ്രതീക്ഷ 10 സീറ്റാണ്. 10ൽ 5 പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 5 പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു തരംഗമായി മാറും കേരളത്തിൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചത് അത്ഭുതകരമായ നേട്ടം തന്നെയാണ്. ആർക്കും അത് നിഷേധിക്കാൻ സാധിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ചു ബി.ജെ.പി. ബി.ജെ.പിയുടെ ആ ഒരു നീക്കം, ആ ഒരു വിജയം തിരുവനന്തപുരത്ത് ആവർത്തിക്കാൻ അവർ ശ്രമിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാണ് ബി.ജെ.പിയുടെ. പക്ഷേ ഇനി അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖർക്ക് റോളില്ല. അമിത്ഷയാണ് ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ മെനയുന്നത് കേരളത്തിൽ. കേരളത്തിൽ ശക്തമായി പിടിമുറുക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പാകും വരുന്ന ഏപ്രിൽ 2ാം വാരത്തോടെ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അമിത്ഷാ ശക്തമായ രീതിയിൽ തന്നെ നീക്കങ്ങൾ നടത്തും എന്നുള്ളതും ഉറപ്പാണ്. സുനിൽ കനകൂലമാണ് കോൺഗ്രസിന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. സുനിൽ കനകൂലു പറയുന്നതനുസരിച്ച് കോൺഗ്രസ് നീങ്ങുന്നു കേരളത്തിൽ. എന്തായാലും സുനിൽ കനകൂലവും അമിത്ഷയും ഇടത് NDA സഖ്യത്തിന് വേണ്ടി എത്തുമ്പോൾ മറുവശത്ത് പിണറായി വിജയന് വേണ്ടി കരുക്കൾ നീക്കുന്നത് മുൻ ജേർണലിസ്റ്റും റിപ്പോർട്ടർ ചാനലിന്റെ എല്ലാമായിരുന്ന MP നികേഷ് കുമാറും ജോൺ പ്രതാപ്പും ചേർന്നാണ്. CPM യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. CPMന്റെ യൂട്യൂബ് ചാനൽ വലിയ പ്രതീക്ഷയാണ് സഖാക്കൾക്ക് നൽകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ആയുധമാക്കാനാണ് അമിത്ഷയുടെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള ഇടത് വലത് മുന്നണികളെ ആപ്പിലാക്കിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു അടൂർ പ്രകാശ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അടൂർ പ്രകാശ് മാത്രമല്ല, പല കോൺഗ്രസ് നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് സ്വർണ്ണ കടത്ത് കേസിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ബി.ജെ.പിക്ക് നേർക്ക് ഇതുവരെയും അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. ഇടതും വലതും ചേർന്ന് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു എന്നൊരു പ്രചരണമായിരിക്കും ബി.ജെ.പി നടത്തുക.
പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സന്ദർശിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അയൽവാസി തന്നെ ചാനലുകളോട് വെളിപ്പെടുത്തിയത് ശ്രദ്ധേയം. എന്തായാലും സ്വർണ്ണക്കൊള്ള ആയുധമാക്കിക്കൊണ്ട് UDF തെരഞ്ഞെടുപ്പ് നേരിടാൻ പ്രയാസമാണ് ഈ സാഹചര്യത്തിൽ. ഇവിടെ BJP പയറ്റുന്നത് വ്യത്യസ്തമായ തന്ത്രമാണ്. ഒരു ക്ലീൻ ഇമേജ് ഉള്ള പാർട്ടി എന്നൊരു അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിൽ രൂപീകരിക്കാൻ BJP ശ്രമിക്കുന്നു. ക്ലീൻ ഇമേജ്, തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, തങ്ങൾ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടില്ല, തങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ക്ലീൻ ഇമേജ് BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നാളെ നരേന്ദ്രമോദി എത്തുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസന കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് BJPക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തെ ലാക്കാക്കിയായിരിക്കും BJPയുടെ ഇനിയുള്ള യുദ്ധം. അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്നു കേരളത്തിലെ BJPയെ. കേരളത്തിലെ BJPയെ വടക്കുള്ളവർ വിളിക്കുന്നത് KJP എന്നാണ്, കേരള ജനതാ പാർട്ടി എന്നാണ്, ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല. കാരണം സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെയാണ് കേരളത്തിലെ BJPയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രൂപ്പിസങ്ങൾ മാറ്റിവെക്കാൻ അമിത്ഷാ നേരിട്ട് ഇറങ്ങും. അമിത്ഷാ നേരിട്ട് ഇറങ്ങുമ്പോൾ ഇടത് വലത് മുന്നണികൾ ഭയക്കണം. സുനിൽ കനകുലിനെ പോലെ PR വിദഗ്ധനൊന്നും അല്ലെങ്കിലും കൃത്യമായ രാഷ്ട്രീയ ലാക്കോടുകൂടി BJPക്ക് വിജയം നേടിക്കൊടുക്കാൻ അമിത്ഷയ്ക്ക് അസാധ്യമായ കഴിവുണ്ട്. അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് വരുന്ന ഏപ്രിൽ മാസം 2ാം വാരത്തോടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. എന്തായാലും അമിത്ഷാ പേടി ഇടത് വലത് മുന്നണികൾക്ക് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ പോരാട്ടം UDFും LDFും തമ്മിൽ തന്നെയാണ്. പക്ഷേ BJPയുടെ വളർച്ചയ്ക്ക്, BJPയുടെ സീറ്റ് കൂട്ടാൻ അമിത്ഷാ നേരിട്ട് ഇറങ്ങുമ്പോൾ, അമിത്ഷാജി നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അത് പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് BJPക്ക് നൽകും. എന്തായാലും BJPക്ക് എന്ത് കിട്ടിയാലും അത് ലാഭമാണ്. 1 സീറ്റ് കിട്ടിയാൽ അത് ലാഭമാണ്, 5 സീറ്റ് കിട്ടിയാൽ വലിയ ലാഭമാണ്, 10 സീറ്റ് കിട്ടുമെങ്കിൽ ഭയങ്കര ലാഭമാണ്. BJP കേരളത്തിൽ അമിത്ഷയുടെ നേതൃത്വത്തിൽ ലോട്ടറി അടിക്കുമോ? അതാണ് ഇനി കണ്ടറിയേണ്ടത്.